ഇത് ഫേണിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. സാധാരണ ഇത് നമ്മൾ വനപ്രദേശങ്ങളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. വനങ്ങളിലെല്ലാം മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ആകർഷകമായി തന്നെ പിടിച്ചു നിൽക്കുന്നത് കാണാറുണ്ട്. ബേർഡ്സ് നെസ്റ്റ് ഫേൺ എന്നാണ് നമ്മൾ ഈ പ്ലാന്റിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഷേപ്പ് തന്നെ ഒരു ഭംഗിയുള്ളതാണ്. കണ്ട, നടുക്കൊരു കൂട്, കിളിക്കൂട് പോലെ ഇരിക്കും. അതിനുശേഷം ഇങ്ങനെ ഇലകളിങ്ങനെ ചുറ്റുപാടുണ്ടാവും. നല്ല ഉയരത്തിൽ ഇലകൾ വരും. ചില ഇലകളുടെ അടിഭാഗത്ത് ഇത്തരത്തിലുള്ള സംഭവം കാണും. ഇതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെ സ്പോർ എന്നാണ് പറയാറ്. ഇതിൻ്റെ ഈ പൊടി പറന്ന് വീണിട്ടാണ് നമുക്ക് അടുത്ത തൈകൾ ഉണ്ടായി വരുന്നത്. ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് തൈകൾ ഉണ്ടായി കിട്ടുക വലിയ വിഷമമാണ്. ഈ സ്പോർ തന്നെ താഴെ വീണ് തൈകളാകാം എന്നല്ലാതെ വേറെ തരത്തിലുള്ള തൈകൾ അതിൻ്റെ അടിഭാഗത്തു നിന്ന് ഉണ്ടാകൽ കുറവാണ്. ഇതിൻ്റെ ഭംഗി നോക്കി, ആ നടുക്കുന്ന് ഇങ്ങനെ വന്ന് ലൈനിട്ട് വന്ന് പോകും. ഓരോ ഇലയുടെയും നീളം ഇങ്ങനെ നീണ്ടുവരും. അതിൻ്റെ അടിയിലെല്ലാം എല്ലാ ഇലയിലും അല്ലെങ്കിലും ഈ സ്പോറ്, ഈ വിത്ത്, അതായത് നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി തയ്യാറാവുന്ന ഈ പൊടി ഉണ്ടാവും. ഈ പൊടി നമ്മൾ ശേഖരിച്ച് വെച്ച് വേണമെങ്കിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ അത് കാറ്റിൽ പറന്ന് എവിടെയെങ്കിലും വന്ന് വീണുണ്ടാവാം. സാധാരണ അതിൻ്റെ തൈ കിട്ടൽ വേറെ ഏതെങ്കിലുമൊക്കെ നമ്മൾ ഓർക്കിഡ്, ഞാനൊരു ഓർക്കിഡ് വാങ്ങിയപ്പോൾ ആ ഓർക്കിഡിൻ്റെ ആ മിക്സിൻ്റെ കൂടെ, പോട്ടി മിക്സിൻ്റെ കൂടെ ഒരു തൈ ഉണ്ടായി. അവിടെ നിന്ന് ഞാനത് കളക്ട് ചെയ്തെടുത്തതാണ്. ഏകദേശം ഒരു 2 വർഷത്തോളം പഴക്കമുള്ളൊരു തൈയാണത്. ഇത് ഇൻഡോറായിട്ട് നമുക്ക് വയ്ക്കാനും ഔട്ട്ഡോറായിട്ടും വയ്ക്കാം. കുറച്ച് സൺലൈറ്റ് മാത്രം, ഭയങ്കരമായ ഡാർക്കായിട്ടുള്ള സൺലൈറ്റിൻ്റെ ആവശ്യമില്ലാത്ത ഒരു തൈയാണിത്. സാധാരണ സൺലൈറ്റ് കുറച്ച് കുറവെന്ന് പറയുമ്പോൾ വാട്ടറിങ്ങും അതുപോലെ തന്നെ കാര്യമായിട്ട് വേണ്ട. ഞാനൊരിക്കൽ ഈ മൂന്നാറിൽ അതിൻ്റെ നീലക്കുറിഞ്ഞ് പൂത്തത് കാണാൻ പോയപ്പോൾ ആ വനാന്തരങ്ങളിൽ നല്ല കാടുള്ള പ്രദേശത്ത് കയറിയപ്പോൾ ഇതെല്ലാം മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ സാധിച്ചു. പക്ഷെ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചില്ല. വലിയ മരത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ കമ്പുകൾ നിന്നിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് ഈ സ്പോറ് ഞാൻ കളക്ട് ചെയ്ത് തൈകളാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ഇൻഡോറായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഡോറായിട്ട് വയ്ക്കുന്നതിൽ നിന്ന് നമുക്കത് കൂടുതൽ കാറ്റത്ത് പറന്നു പോകാതെ വിത്ത് ശേഖരിച്ച് തയ്യാറാക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇതിൻ്റെ സാധാരണ ഗാർഡനിലൊക്കെ ചെന്ന് വില ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വിലയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ മോശമാണ് എന്ന് തോന്നരുത്. ഇതിൻ്റെ ആകർഷകം തന്നെ കണ്ടില്ലേ, നല്ല രസത്തിൽ ഇങ്ങനെ നിൽക്കും. ഭൂമിയുടെ ആ പ്രകൃതിക്കനുസരിച്ച് മരങ്ങളിൽ നിൽക്കുന്ന പോലെ ഇൻഡോറായിട്ടും നമ്മുടെ വീടുകളിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റാണ്. കൂടുതൽ തിക്കായിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വേരിങ്ങനെ കട്ട നിൽക്കും. അതിങ്ങനെ കുത്തിങ്ങനെ നിൽക്കും. ആ ഭാഗത്ത് വേരിങ്ങനെ മരത്തിൽ പിടിച്ച് നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും. അതിലധികം നനവിൻ്റെ ആവശ്യം ഇല്ല. എന്നാൽ എന്നൊരു അല്പം ഈർപ്പം ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. എന്നുവെച്ചാൽ ഓവർ വാട്ടറിങ് വേണ്ട. ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ അധികം വെള്ളം വീഴാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇലയിലെ ഏത് ഭാഗത്ത് വെള്ളം തളിച്ചാലും നേരെ അതിൻ്റെ അടിഭാഗത്തേക്ക് ചെന്ന് സെൻറ്ററിലായിരിക്കും വീഴുക. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. എന്തായാലും ഈ പ്ലാന്റിൻ്റെ ഇതുപോലുള്ള വിത്തുകളൊക്കെ ഞാൻ ശേഖരിച്ച് തൈകളാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ലൊരു പ്ലാന്റാണ് ഈ ബേർഡ്സ് നെസ്റ്റ് ഫേൺ. അപ്പോൾ നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചാൽ ഇതാണ് ഇങ്ങനെ ഇരിക്കുക. കണ്ട, അതിങ്ങനെ നിറച്ച് കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കും. പ്രത്യേകിച്ച് താഴെയൊന്നും പോകില്ല. മരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തന്നെയാണ് അത് നിൽക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റ് നമുക്ക് ഒരുപാട് പ്രൊപ്പഗേഷൻ നടത്തി എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ മറ്റുള്ള തൈകൾ ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്നത്ര സാധ്യമാവുന്ന കാര്യമല്ല.